മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 70 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ന്യൂകാസിൽ യുണൈറ്റഡ് ഒരു ഡൊമസ്റ്റിക് കപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് വിംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ ലിവർപൂളിനെ 2-1 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ന്യൂകാസിൽ കിരീടം സ്വന്തമാക്കിയത്. ഒരു ബ്രില്യൻ പെർഫോമൻസ് ഈ മാച്ചിലേക്ക് കൊണ്ടുവരാൻ ന്യൂകാസിലിന് സാധിച്ചു. കൺഗ്രാറ്റുലേഷൻ ന്യൂകാസിൽ യുണൈറ്റഡ് ആൻഡ് ടീം. ഇവിടെ ലിവർപൂൾ നേരിട്ടുള്ള മറ്റൊരു സെറ്റ് ബാക്ക് ആണ് നമ്മൾ ഇന്ന് കണ്ടത്. PSG-ക്കെതിരെ പെനാൽറ്റിയിൽ പരാജയപ്പെട്ട ലിവർപൂൾ ഒരു ബൗൺസ് ബാക്ക് പെർഫോമൻസ് ഒക്കെ ഇന്ന് കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു സ്ലോപ്പി പെർഫോമൻസ് ആണ് ഇന്ന് നമ്മൾ ലിവർപൂൾ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ളത്. അറ്റാക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലൊക്കെ ഒഫൻസീവ് ആയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ ലിവർപൂളിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. ന്യൂകാസിലിന്റെ മിഡ്ഫീൽഡ് എന്റെ പൊന്നോ ഇന്ന് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കൊണ്ടുവന്നു എന്ന് പറയേണ്ടി വരും. ഇവിടെ ഗുയിമറസ്, ടൊണാലി ആൻഡ് ജോ ലിൻഡൺ 3 പേരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ വിൻ ചെയ്യുന്നുണ്ട്, അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ ഫൗൾ ഡ്രോ ചെയ്യുന്നു. ഇപ്പോൾ കൗണ്ടർ അറ്റാക്കിംഗ് ഒക്കെ ഒരു പരിധിവരെ സ്റ്റോപ്പ് ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിയുന്നുണ്ട്. ഏരിയലി സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാൻ എഡി ഹോക്കും ടീമിനും ഇന്നത്തെ മത്സരത്തിൽ സാധിച്ചു എന്ന് പറയേണ്ടി വരും. ഇപ്പൊ ലൂയിസ് ഡിയാസിന്റെയും ജോട്ടയുടെയും മോസലയുടെയും കാര്യം എടുത്തു പറയണം. മോസല ഇന്നത്തെ മത്സരത്തില് ശരിക്കും പറഞ്ഞാൽ വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് മാത്രമേ പുറത്തെടുത്തിട്ടുള്ളൂ. പുള്ളിയുടെ സൈഡിൽ നിന്ന് കുറച്ചുകൂടിയൊക്കെ നമ്മൾ പ്രതീക്ഷ. അൺഫോർച്ചുനേറ്റ്ലി ലിവർവിൻഡോ നല്ല രീതിയിൽ പുള്ളിയെ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ചാൻസ് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്നും പുള്ളിക്ക് മത്സരത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പൊ ജോട്ട ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം പഴയ പെർഫോമൻസിന്റെ ഒരു 10-1 പോലും കൊണ്ടുവരാൻ പുള്ളിക്ക് കഴിയുന്നില്ല. പലപ്പോഴും സ്ലോട്ടിന്റെ സൈഡിൽ നിന്നും ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ലോങ് ബോൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ മെക്കാലിസ്റ്റർ ആയാലും റോബർട്ട്സൺ ആയാലും ഈ ലോങ് ബോൾ ലൂയിസ് ഡിയാസിനെയോ അല്ലെങ്കിൽ സെന്ററിലേക്കോ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ മെത്തഡോളജി ഒരു കാരണവശാലും ന്യൂകാസിലിനെതിരെ വർക്കൗട്ട് ആയില്ല എന്ന് പറയേണ്ടി വരും. ഇവിടെ അവരുടെ ഡിഫൻഡേഴ്സിന്റെ ഹൈറ്റ്, ഇപ്പൊ ഡാൻബേർഡൊക്കെ അടങ്ങുന്ന ഡിഫൻഡേഴ്സിന്റെ ഹൈറ്റ് നല്ല രീതിയിൽ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏരിയലി വരുന്ന ബോൾസ് ആയാലും അത് ക്ലിയർ ചെയ്യുന്നതിൽ ഒരു പരിധി വരെ ന്യൂകാസിൽ വിജയിച്ചു. പിന്നീട് സെന്ററിലേക്ക് വന്നിട്ടുള്ള ഒരു ഷോട്ട് മാത്രമാണ് ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് എടുത്തു പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. എന്നാൽ ന്യൂകാസിൽ ഇന്ന് കിഡിലായിട്ട് കളിച്ചു. ഇവിടെ ഇസാക്കിന്റെ പെർഫോമൻസ്, ഇതുപോലുള്ള ബിഗ് സ്റ്റേജസിൽ ഇസാക്ക് കൊണ്ടുവരുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആയിരുന്നു. പുള്ളിയുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ആയാലും ഇന്നത്തെ ഷോട്ട് സെലക്ഷൻ ആയാലും ഒരു നെക്സ്റ്റ് ലെവൽ കളിയാണെന്ന് പറയേണ്ടി വരും. അത് മാത്രമല്ല പുള്ളിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ മർഫി ഇന്നത്തെ മാച്ചിൽ വിജയിച്ചു എന്ന് പറയേണ്ടി വരും. മർഫിയുടെ സ്പീഡും വളരെ കണ്ണിങ് ആയിട്ടുള്ള മൂവ്മെന്റും ലിവർപൂൾ ഡിഫൻസിന് ഒരു പരിധി വരെ പ്രശ്നമായിരുന്നു. ഈ 1-2 ഒക്കെ എടുത്ത് റൈറ്റ് വിങ്ങിലൂടെ അകത്ത് കയറിയിട്ട് പാസ് കൊടുക്കുന്നതിലും കൃത്യമായിട്ടുള്ള ആ സെന്ററിലൂടെയുള്ള റണ്ണൊക്കെ കൊനാട്ടി ആയാലും ബാൻഡേക്കിനായാലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഇരു ടീമുകൾക്കും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. കളി 0-0 എന്ന നിലയിൽ മുമ്പോട്ട് പോയി. ഇപ്പൊ ഫസ്റ്റ് ഹാഫിൽ ബെറ്റർ ടീം ന്യൂകാസിലായിരുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ലിവർപൂൾ കളിയിൽ പിടിച്ചു നിന്നു എന്നുള്ളതാണ് വസ്തുത. സെക്കൻഡ് ഹാഫ് തുടങ്ങി വിത്തിൻ സെക്കൻഡ് ഒരു സെറ്റ് പീസ് ഓപ്പർച്യൂണിറ്റി ന്യൂകാസിലിന് കിട്ടുകയാണ്. ആ സെറ്റ് പീസിൽ വന്നിട്ടുള്ള ക്രോസ് ഡാൻബേണിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള പ്ലേസ്മെന്റ് ഹെഡർ അവരെ 1-0 ലീഡിലേക്ക് എത്തിക്കുകയാണ്. പുള്ളി ബോക്സിന്റെ എഡ്ജിലാണ് ഈ ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുള്ളത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്രോസ് ആയിരുന്നു. ഇഞ്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്ലേസ്മെന്റ് ഹെഡർ കൂടി വന്നതോടെ ആ 1-0 എന്ന ലീഡിലേക്ക് ന്യൂകാസിൽ എത്തുകയായിരുന്നു. അതോടുകൂടി കളിയുടെ ഡയമെൻഷൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി എന്ന് പറയേണ്ടി വരും. ലെഫ്റ്റ് വിങ്ങിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് ലിവർമെന്റോ. പുള്ളി ഡിഫെൻഡ് ചെയ്യുന്നതിലും നല്ല രീതിയിലുള്ള ഇമ്പാക്ട് കൊണ്ടുവന്നു. പിന്നെ 1-2 എടുത്തുകൊണ്ട് പേര് ചെയ്ത് ലെഫ്റ്റ് വിങ്ങിലൂടെയുള്ള ലിവർമെന്റോയുടെ റണ്ണ് ഒരു 3-4 പ്രാവശ്യം പുള്ളി കൃത്യമായിട്ട് ലെഫ്റ്റ് വിങ്ങിൽ എത്തി. പുള്ളി കൊടുത്തിട്ടുള്ള ഒരു ക്രോസ് വഴിയാണ് രണ്ടാമത്തെ ഗോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഡ്രിബിൾ ചെയ്തിട്ട് ലിവർമെന്റോ വരുന്നു, പുള്ളി പോസ്റ്റിലേക്ക് ഒരു ക്രോസ് ഇടുന്നു. ഈ ക്രോസ് മർഫി കൃത്യമായിട്ട് ഹെഡ് ചെയ്ത് ഇസാക്കിന്റെ കാലിലേക്ക് കൊടുക്കുന്നു.
ഇസാക്ക് ലെഫ്റ്റ് വിങ് കോർണറിലേക്ക് ഈ ബോൾ അടിച്ചു കയറ്റുന്നു. അങ്ങനെ ഔട്ട് ഓഫ് നോവർ 2-0 ലീഡിലേക്ക് ന്യൂകാസിൽ എത്തുകയാണ്. അതിനു മുമ്പ് ഒരു പ്രാവശ്യം ന്യൂകാസിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഓഫ്സൈഡ് ആയതുകൊണ്ട് ആ ബോൾ അലോ ചെയ്തില്ല. അപ്പൊ തന്നെ ത്രെറ്റ് വളരെ വിസിബിൾ ആയിരുന്നു. ജോ ലിൻഡൺ ഷോട്ട് എടുക്കുന്നു, ഗുൽമനസ് ഷോട്ട് എടുക്കുന്നു, ലെഫ്റ്റ് വിങ്ങിൽ ഇസാക്കിന് 1-2 ചാൻസ് കിട്ടുന്നു. ഇങ്ങനെ ചാൻസ് ആഫ്റ്റർ ചാൻസ് ന്യൂകാസിലിന് വന്നുകൊണ്ടേയിരുന്നു. 2 ഗോളിന് പിറകിലായതോടെ സ്ലോട്ടിന് വേറെ വഴിയില്ല. പുള്ളി കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നു. സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ഡാർവിൻ നൂനസ് ടീമിലേക്ക് എത്തി. അതിനുശേഷം എലിയറ്റിനെ കൊണ്ടുവന്നു. പക്ഷേ അതിനുശേഷം കൗണ്ടർ അറ്റാക്കിംഗ് ത്രെറ്റ് ലിവർപൂൾ ഉണ്ടായിരുന്നു. കാരണം അവർ ഓൾ ഔട്ട് അറ്റാക്കിന് പോയി. 2 ഗോൾ പിറകിലാണ്. അതുകൊണ്ട് വലിയൊരു സ്പേസ് ആ ഡിഫൻസിലായാലും ഹൈലൈനിലും ലീവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കറക്റ്റായിട്ട് മുതലാക്കാൻ ന്യൂകാസിന്റെ മത്സരത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം മിഡ്ഫീൽഡിൽ നിന്ന് ഗുയ്മരസ് ആയാലും ജോ ലിൻഡൺ ആയാലും 5-6 പ്രാവശ്യം ബോൾ റിക്കവർ ചെയ്തുകൊണ്ട് കൗണ്ടർ അറ്റാക്കിനുള്ള സ്ട്രാറ്റജി ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇസാക്ക് ആയാലും ഫൈനൽ തേർഡില് കിട്ടിയ ചാൻസുകൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫിലെ കളിയുടെ കാര്യത്തിൽ നിന്ന് പറയേണ്ടി വരുന്നത്. എന്നാൽ ഒരു പരിധി വരെ ലിവർപൂൾ കളിയിൽ പിടിച്ചു നിന്നു. അങ്ങനെ ന്യൂകാസിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഗെയിം മാനേജ്മെന്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോ പല മത്സരത്തിലും ഞാൻ സ്പേഴ്സിന്റെ മാച്ചിലൊക്കെ പറയുന്നതാണ് എങ്ങനെയാണ് ഗെയിം മാനേജ്മെന്റ് ചെയ്യേണ്ടത്. ജോ ലിൻഡൺ താഴെ കിടക്കുന്നു. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞാൽ മർഫി താഴെ കിടന്നുരുളുന്നു. അതിനുശേഷം ഇസാക്കിന് പരിക്ക് വീഴുന്നതായിട്ട് നോക്കുന്നു. ഗുയ്മരേസ് താഴെ വീഴുന്നു. ഇങ്ങനെ എല്ലാ 5-10 മിനിറ്റിലോ 1-2 പ്ലേയേഴ്സ് താഴെ ഇരിക്കുന്നു. മെഡിക്ക് വരുന്നു, അവരെ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ 1-2 മിനിറ്റുകൾ കൃത്യമായിട്ട് ബ്രേക്ക് എടുക്കാൻ ന്യൂകാസിൽ മത്സരത്തിൽ കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. അപ്പോൾ ലിവർപൂളിന് യാതൊരു ഘട്ടത്തിലും ഒരു മൊമെന്റം ഗെയിൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കർട്ടിസ് ജോൺസ് ആണ് ഒരു ചാൻസ് എങ്കിലും മര്യാദയ്ക്ക് ലിവർപൂൾ സൈഡിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്തത്. നിക് പോപ്പ് സേവ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഒരു ക്ലീൻ ആയിട്ടുള്ള ചാൻസ് ആ ഒരു ഷോട്ടാണ് എന്ന് പറയേണ്ടി വരും. അതിനുശേഷം 1-2 ചാൻസുകൾ ലിവർപൂളിന് കിട്ടി. ഇവിടെ ഏലിയറ്റ് വന്നതിന് ശേഷം റൈറ്റ് വിങ്ങിലൂടെ 1-2 ഹാഫ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. 3-4 ക്രോസുകൾ ബോക്സിലേക്ക് ഇടാൻ തുടങ്ങി. ഇവിടെ സ്ലോട്ട് പറയുന്നുണ്ടായിരുന്നു ലോങ് ബോൾ ഇടുക, പോസ്റ്റിലേക്ക് ബോൾ കൊണ്ടുവരിക. ഇപ്പോൾ അവിടെ നിന്നൊരു കെയോസ് ക്രിയേറ്റ് ചെയ്ത് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ ന്യൂകാസിലെ ഡിഫൻസ്, ഇവിടെ ഡാൻബേൺ ആയാലും ജോ ലിൻഡൺ ആയാലും മറ്റു പ്ലേയേഴ്സ് ആയാലും നല്ല രീതിയിൽ തന്നെ ബോൾ ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കിയേസെ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ സ്ലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഇഞ്ചുറി ടൈമിലേക്ക് കാര്യങ്ങൾ പോയി. 2-0 ലീഡ് ന്യൂകാസിൽ ഉണ്ടായിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഗെയിം മാനേജ്മെന്റ് ഒക്കെ നടത്തി ന്യൂകാസിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു മിസ്റ്റേക്ക് വരുന്നത്. ഇവിടെ കൗണ്ടർ അറ്റാക്കിന് സാധ്യത ഉണ്ടായിരുന്ന ഒരു ബോള് ഗുമരസിന്റെ കയ്യിൽ നിന്നും ഏലിയറ്റ് റിക്കവർ ചെയ്യുന്നു. പുള്ളി ഒരു ത്രൂ ബോള് കിയേസക്ക് കൊടുക്കുകയാണ്. കിയേസ ഒരു 1-on-1 ചാൻസ് വിത്ത് നിക് പോപ്പ്, പുള്ളി അത് ഫിനിഷ് ചെയ്യുന്നു. ഓൺഫീൽഡ് റെഫറി അത് ഓഫ്സൈഡ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ വാർ ഇന്റർവീൻ ചെയ്ത് ആ ഗോൾ അലോ ചെയ്തു. അങ്ങനെ ഒരു കച്ചിത്തുരുമ്പ് ലിവർപൂളിന് ഇഞ്ചുറി ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇറ്റ്സ് ടു ലേറ്റ് ഫോർ ലിവർപൂൾ തിരിച്ചു വരാനുള്ള ചാൻസ് പിന്നെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ന്യൂകാസിൽ ചെയ്തത് 2 കോർണറിൽ പോയി ടൈം വേസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജി തന്നെയായിരുന്നു. അത് വളരെ ക്ലിയർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞു എന്നും പറയേണ്ടി വരും. അങ്ങനെ വെൽ ഡിസേർവ് ആയിട്ടുള്ള ഒരു വിക്ടറിയാണ് ഇന്ന് ന്യൂകാസിൽ നേടിയിട്ടുള്ളത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പെർഫോമൻസ് ലിവർപൂളിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുമില്ല. എന്തായാലും 70 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായി. ന്യൂകാസിൽ ഫാൻസിന് സന്തോഷിക്കാവുന്ന ഒരു നിമിഷമാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.